പുഴയും കടന്ന് വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീതാണെങ്കിൽ നല്ലോണം കുടിച്ചിട്ടാണ് വരുന്ന വഴി നിവിൻ്റെ വണ്ടി കാവേരിയുടെ വണ്ടിയിൽ തട്ടുകയും കാവേരി ഇറങ്ങി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വിനീതുമായിട്ടാണ് വഴക്കുണ്ടാകുന്നത്. ഇരട്ടത്തായതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണുന്നില്ല. അപ്പോഴത്തേക്ക് സംസാരം ഭയങ്കരമായിട്ട് വഴക്കിലേക്ക് പോയി. അപ്പോഴത്തേക്ക് നിവിനാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, പെണ്ണുങ്ങളായിട്ട് മാന്യമായിട്ട് സംസാരിക്കുന്നവനാണ് ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബൈക്ക് ഉരുട്ടി വിനീതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഗംഗയുടെ സ്കൂട്ടിയും കൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വെട്ടത്തിലാണ് മനസ്സിലാവുന്നത് അത് വിനീതാണ് കാവേരിയോട് സംസാരിച്ചതെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ കാവേരിയാണെങ്കിൽ നിവിനോട് ചൂടാവുകയാണ്. ഇത്രയും നാൾ കുടിക്കാത്ത വിനീതേട്ടനെ കുടിപ്പിച്ചത് നിവിന, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളാണെങ്കിൽ ഒരു പ്രതിഫലവും മോഹിക്കാതെ കല്യാണം നടത്തിയപ്പോഴേ ഞാൻ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി നിങ്ങൾ ഒപ്പിക്കുമെന്ന് എന്നും പറഞ്ഞ് നിവിനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ കയറിപ്പോവല്ലേ, ഞങ്ങളുടെ വിനീതേട്ടനായിട്ട് ഒരു കൂട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിനെ ഒത്തിരി പറയുന്നുണ്ട്. വിനീതനാണെങ്കിൽ ഒരു ബോധമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് കാവേരി പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ വിനീതിനെയും പിടിച്ചുകൊണ്ട് കാവേരിയും ഗംഗയും വീട്ടിലേക്ക് പോവാണ്. നിവിനെ ഒത്തിരി ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിനീതിനെ എല്ലാവരും കൂടെ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാണ്. അച്ചമ്മയും ശാരദയും എല്ലാവരും ഉണ്ട്, യമുനയും നിളയും എല്ലാവരും കൂടെ കൊണ്ടുവന്ന് മുറിയിലേക്ക് കൊണ്ടുവന്ന് കട്ടിലേക്ക് കടത്തിയാണ് ഗംഗയെ പിടിച്ചേക്കുന്നത്. കടത്തിയ പാടെ വിനീത് അങ്ങ് ഉറങ്ങുന്നുണ്ട്. അപ്പം അച്ചമ്മയെടുത്ത് ശാരദ ചോദിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് അവനങ്ങ് ഉറങ്ങിയോ? പിന്നല്ലാതെ, അവൻ ഇനി നാളെ നേരം വെളുത്ത് ഉണരത്തുള്ളെന്ന് അച്ചമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം പോവുകയാണ്. അപ്പോൾ പോകാൻ നേരത്തെ ശാരദ ഗംഗയെടുത്ത് പറയാണ്, മോളെ നീ ഇങ്ങോട്ട് അല്ലേ നീ ഇറങ്ങിയാലേ ഡോർ അടയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഗംഗ പറയുകയാണ്, അങ്ങനെ കുടിച്ച ഭർത്താവിനെ ഒരു മുറിയിലാക്കി അടച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതൊരു നല്ല ഭാര്യയുടെ ധർമ്മമല്ലല്ലോ. അമ്മയ്ക്ക് അച്ഛൻ ഇത്രയും നാൾ കുടിക്കാത്തതുകൊണ്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ, വിനീതേട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അമ്മ പോയി കിടന്നോ എന്ന് പറയുകയാണ്. എന്നിട്ട് ഡോറങ്ങ് അടയ്ക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ശാരദയും കൂടെ വെച്ചാണ് ഗംഗ പറഞ്ഞതെന്ന് ശാരദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ഗംഗയെടുത്ത് പറയുമല്ലോ, എപ്പോഴും ഭർത്താവിൻ്റെ കാര്യം നോക്കണം, നല്ലൊരു ഭാര്യയാവണം, അതൊക്കെ വെച്ച് ഗംഗ പറഞ്ഞതാണെന്ന് ശാരദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിഷമത്തോടെ ശാരദ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നിവിനാണെങ്കിൽ ബൈക്കുമായിട്ട് എങ്ങനെയൊക്കെ തള്ളി പിടിച്ച് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് രാജേശ്വരി നിവിനെയും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ആസി കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നത്. അപ്പം ഇതുവരെ നിവിൻ വന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് രാജേശ്വരി അടുത്ത്. ഇല്ല, വന്നില്ല, അവനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഭൂമി പൂജയുടെ കാര്യം പറയാനാ, ഇന്ന് തന്നെ പറയണം എന്ന് രാജേശ്വരി പറയുന്നുണ്ട്. ആൻറ്റി പോയി കിടന്നോ, അവൻ വരുമ്പോഴത്തേക്ക് നാളെ സംസാരിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, അത് പറ്റത്തില്ല, ഇന്ന് തന്നെ സംസാരിക്കണമെന്ന് രാജേശ്വരി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നിവിൻ വരുന്നത്. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, നിവിൻ വന്നെന്ന് തോന്നുന്നു. ആസി അപ്പം അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ആസിക്ക് നിവിൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയൊക്കെയോ ബൈക്കിൽ നിന്ന് പിടിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ രാജേശ്വരി ദൂരെ നിന്ന് കാണുന്നുണ്ട് നിവിൻ വരുന്നത്. അപ്പം രാജേശ്വരിക്ക് മനസ്സിലാവുന്നുണ്ട് നിവിൻ കുടിച്ചിട്ടുണ്ടെന്ന്. നിവിൻ പറയുകയാണ്, നിന്നെ ആൻറ്റി തിരക്കി നിൽക്കുകയാണ്, നീ എന്താ ഇങ്ങനെ വന്നേ എന്ന് ചോദിക്കുകയാണ്. നീ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിവിൻ്റെ അടുത്ത് ആസി ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ഞാൻ ബിയറേ കുടിച്ചോളൂ, പക്ഷേ അവിടെ ചെന്നപ്പോൾ കാവേരിയാണെങ്കിൽ വിനീതിനെ കുടിപ്പിച്ച ഞാനാണെന്നും പറഞ്ഞ് ഒത്തിരി ചീത്ത പറഞ്ഞു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തിരിച്ചു വന്ന വഴി ഞാൻ വീണ്ടും ബാറിക്കേടി 2 എണ്ണം കൂടെ കുടിച്ച്, അപ്പോഴാണ് ഇത്രയും ബോധം പോയെന്നൊക്കെ നിവിൻ പറയുകയാണ്. നിവിന് ഒരു ബോധവും ഇല്ല. ഇതൊക്കെ രാജേശ്വരി ദൂരെ നിന്ന് കാണുകയാണ്. നല്ല വിഷമവും വരുന്നുണ്ട്. ആൻറ്റി നിന്നെ ഇത്രയും നേരം കാത്തു നിന്ന് ആൻറ്റിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അമ്മ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് നിവിൻ ചോദിക്കുകയാണ്. ഇല്ല, അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നിവിനെയും കൊണ്ട് ആസി നേരെ സിറ്റൗട്ടിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് രാജേശ്വരിയെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് നിവിൻ പറയാണ്, അമ്മ ഇല്ലല്ലോ, എവിടെ നിൽക്കുന്ന അമ്മ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നെന്ന് ആസി പറയുകയാണ്. എന്നാൽ ഞാൻ ഇനി പോയി കിടക്കുകയെന്നും പറഞ്ഞ് നിവിൻ പോവുകയാണ്. ഇനി അമ്മ തിരക്കിയാലേ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിവിൻ പോകുന്നത്. അങ്ങനെ ആസി അവിടെ നിൽക്കുമ്പോൾ രാജേശ്വരി വിളിച്ച് ചോദിക്കുകയാണ്, ആസി അവൻ കുടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആസി ഒന്നും മിണ്ടുന്നില്ല. കുടിച്ച മകൻ്റെ അടുത്ത് മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. നാളെ ഞാൻ അവനോട് സംസാരിച്ചോളാം. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവൻ ഇന്ന് ആ കാവേരിയുടെ വീട്ടിൽ പോയില്ലേ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അവൾ എന്നോട് പ്രതികാരം വീട്ടുകയാണെന്നൊക്കെ രാജേശ്വരി ആസിയോട് പറയുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ നമ്മുടെ വിനീത് എണീച്ച് വിനീതിനൊന്നും ഓർമ്മയില്ല. അങ്ങനെ അവർ ഡാൻസ് കളിച്ച കാര്യവും കള്ള് കുടിച്ച കാര്യവും അവിടുന്ന് ബൈക്കിൽ പോകുന്ന കാര്യം വരെ വിനീതിന് ഓർമ്മയുണ്ട്. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വിനീത് ഓർമ്മയില്ല. അപ്പോൾ വിനീത് ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എങ്ങനെ ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗംഗ വന്ന് ഡോറിൽ തട്ടുന്നത്. ആരാന്ന് ചോദിക്കുമ്പം ഗംഗ പറയുന്നുണ്ട് ഞാനാന്ന് പറയണം. അപ്പോഴത്തേക്കും ഗംഗയാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. അതിന് മുമ്പ് വിനീത് എണീക്കുമ്പോൾ വിനീതിൻ്റെ ദേഹത്ത് ഷർട്ടില്ല. അപ്പോൾ വിനീത് വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ ഷർട്ടൊക്കെ ആരാ ഊരിയെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗ വന്ന് ഡോറിൽ തട്ടുന്നത്. അന്നേരം ഗംഗ കയ്യിലിരുന്ന് വെള്ളം അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പം
ഇവിടെ വെച്ചിട്ട് പോയോ ഗംഗേ, ഞാൻ കുടിച്ചോളാം എന്ന് പറയാണ്. അത് പറ്റത്തില്ല വിനീതേട്ടൻ, ഇത് കുടിച്ചിട്ടേ ഞാൻ പോത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പതുക്കെ കൈയൊക്കെ വെച്ചെടുത്ത് കുടിക്കുമ്പോൾ മോരും വെള്ളമാണ്. അപ്പം ഗംഗ പറയാണ്, കെട്ടിറങ്ങുന്നതിന് ഇതാ നല്ലത്, ഇത് കുടിക്കുമ്പോൾ തലവേദന ഉണ്ടാവത്തില്ലെന്നാ എനിക്കറിയാവുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മോരും വെള്ളം കൊടുക്കുകയാണ്. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഗംഗേ എന്ന് പറയുകയാണ്. അപ്പം ഗംഗ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ വിനീതേട്ടൻ്റെ അടുത്ത്. അല്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞ് കുടിച്ചതല്ല എന്നിങ്ങനെ വിനീത് വീണ്ടും പറയുകയാണ്. എന്തായാലും വിനീതേട്ടൻ എണീച്ച് പോയി ഫ്രഷ് ആവും. ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവുകയാണോ? അല്ല, ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ ഒന്ന് കുളിപ്പിച്ചായിരുന്നു, അതുകൊണ്ടാണ് കിടുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചെന്ന് ഗംഗ പറയുകയാണ്. ആരാ കുളിപ്പിച്ച്? എല്ലാവരും കൂടെ കുളിപ്പിച്ച്. നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായോ എന്ന് വിനീത് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗംഗ പറയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്താ ബുദ്ധിമുട്ടാവാൻ, ഒരു തൊട്ടി വെള്ളം തലയിൽ ഒഴിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ മാറ്റി, അതിനകത്ത് വേറെ ഡ്രസ്സിരിപ്പുണ്ട്, അതെടുത്തിട്ടോളാൻ പറയുകയാണ് ഗംഗ. അപ്പോൾ ഉടനെ വിനീത ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഉടനെ ഗംഗ പറയാണ്, പിന്നെ ഒരു കാര്യം, കുറച്ച് ഫുഡ് കുറയ്ക്കാം, ഭയങ്കര വെയിറ്റാണ്, കുടിച്ചിട്ട് വരുമ്പം തോളെ താങ്ങുമ്പോൾ നല്ല വെയിറ്റാണ് എന്ന് ഗംഗ പറയാണ്. അങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഗംഗ അങ്ങ് പോവുകയാണ്. അപ്പോൾ വിനീത് പറയുകയാണ്, അപ്പോൾ ഡ്രസ്സ് മാറ്റിയ ഗംഗയാണ് എന്നും പറഞ്ഞൊരു ചമ്മലോടെ ഷീറ്റ് തലയിൽ കൂടെ ഇട്ടാൻ കിടക്കുകയാണ്. ഈ സമയത്ത് നിവിൻ്റെ വീട്ടിലാണെങ്കിൽ നിവിൻ രാവിലെ എണീച്ച് ഫ്രഷായി വരുമ്പോൾ കട്ടിൽ ഒത്തിരി കള്ളുകുപ്പികൾ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോൾ രാജശ്രീ അങ്ങോട്ടൊന്ന് പറയാണ്, ഇതൊക്കെ ഇന്ത്യനാ, ഫോറിൻ വേണമെങ്കിൽ ഈ പറഞ്ഞാൽ മതി. അപ്പോൾ ഉടനെ അമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിച്ചതല്ല എന്ന് നിവിൻ പറയുമ്പം രാജശ്രീ പറയാണ്, നിനക്ക് കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിക്കുക, അല്ലാതെ വഴി കിടന്ന് കുടിച്ച് കൂത്താടി നടക്കുന്നത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അത് ഭയങ്കര നാണക്കേടാണ്. നീ ഒരു കാര്യം ഓർമ്മ വേണം, ഈ കള്ളുകുടിക്കെതിരെ ഘോരം പ്രസംഗിക്കുന്ന നിൻ്റെ അച്ഛനെ ഓർമ്മ വേണം. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് മോൻ ഇങ്ങനെ ആയെന്നറിഞ്ഞാൽ ആ മനുഷ്യന് വലിയ നാണക്കേടാണ്. പിന്നെ നീ കുടിക്കണമെങ്കിൽ കുടിച്ചോ, അത് വീട്ടിൽ ഇരുന്ന് വേണം, പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല എന്ന് രാജേശ്വരി പറയാണ്. ഭയങ്കര വിഷമത്തോടെയാണ് രാജേശ്വരി ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിവിന് നല്ല സങ്കടമാവുന്നുണ്ട്. അമ്മേ, ഞാൻ വേണമെന്ന് വിചാരിച്ച് കുടിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, നീ ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ വീട്ടിൽ ഇരുന്ന് കുടിക്കണം എന്നും പറഞ്ഞ് രാജേശ്വരി പോവുകയാണ്. അങ്ങനെ നിവിൻ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗംഗയുടെ വീട്ടിലാണെങ്കിൽ ഗംഗ അടുക്കളയിൽ ഓരോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഗയും അച്ചമ്മയും ശാരദയും യമുനയും എല്ലാവരും ഉണ്ട്. കാവേരിയുണ്ട്. കാവേരിയാണെങ്കിൽ ജോലിയൊന്നും ചെയ്യാതെ യമുന തിരിങ്ങുന്ന തേങ്ങയൊക്കെ എടുത്ത് വായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരദ പറയാണ്, ഇന്നേ വിനീതനോട് ചോദിക്കണം, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരാൻ പറ്റത്തില്ല, കാര്യം ചോദിക്കണമെന്ന് പറയുകയാണ്. അപ്പം അച്ചമ്മ പറയാണ്, അത് ചോദിക്കാതിരിക്കുന്നേ നല്ലതെന്ന് പറയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? അവിടെ സുലോചനയെ പേടിച്ചായിരിക്കും അവൻ അങ്ങനൊന്നും വീട്ടിൽ ചെല്ലാഞ്ഞത്, ഇവിടെ ആരെയും പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും അവൻ ഇന്നലെ ട്രയൽ പോലെ ആയിരിക്കും കുടിച്ചിട്ട് വന്നതെന്നൊക്കെ ശാരദ പറയാണ്. അപ്പം അച്ചമ്മ പറയാണ്, നീ അത്രയ്ക്കങ്ങ് ചിന്തിച്ചു പോയോ? ചിലപ്പോൾ ഇന്നലെ കൂട്ടുകാരായിട്ട് കൂടിയിട്ടൊന്ന് കുടിച്ചതായിരിക്കും എന്ന് പറയാണ്. അമ്മേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് ശാരദ പറയാണ്. അപ്പം അച്ചമ്മ പറയാണ്, ഞാനൊരു കഥ പറയട്ടെ. പണ്ടാണെങ്കിൽ ഒരു മോനാണെങ്കിൽ ബാത്റൂമിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പം സിഗരറ്റ് കുറ്റികളെല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ വരുമ്പം ചോദിക്കണമെന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ ചോദിക്കത്തില്ല. അതെന്താ നിങ്ങൾ ചോദിക്കാത്തതെന്ന് അമ്മ ചോദിക്കുകയാണ്. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ അവൻ ഈ വീടിനകത്ത് മൊത്തം സിഗരറ്റ് കുറ്റികൾ കാണും. അതിനൊക്കെ നല്ലത് ബാത്റൂമിൽ മാത്രമേ ഇപ്പം കിടക്കുന്നുള്ളൂ, അത് അങ്ങനെ അങ്ങ് പോട്ടെ, ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുകയാണ്. അപ്പം അച്ഛമ്മ പറയാണ്, അതുപോലാണ് വിനീതനോട് ചോദിച്ചാൽ പിന്നെ ഇതൊരു പ്രശ്നമല്ല, എല്ലാവരും എന്തായാലും ഞാൻ കുടിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്, അപ്പം ഇന്നും കുടിച്ചിട്ട് വരാമെന്നൊരു തോന്നലുണ്ടാവും. അതൊക്കെ ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞ് അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് അത് പോകേണ്ട കാര്യമാണ്, മറ്റുള്ളവരതിനകത്ത് ഇടപെട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമല്ല എന്ന് ശാരദയെടുത്ത് അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അച്ചമ്മ എടുത്ത് ശാരദ ചോദിക്കുകയാണ്, അപ്പം അമ്മ പറയുന്നത് ഈ കാര്യം വിനീതനടുത്ത് ചോദിക്കേണ്ടെന്നാണോ? വേണ്ടാന്ന എൻ്റെ അഭിപ്രായം എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തായാലും ഗംഗ അവിടെ നിൽപ്പുണ്ട്. ഗംഗയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാകുന്നുണ്ട്. ഗംഗ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ വിനീതിനോടൊന്നും മിണ്ടുന്നില്ലേ, ഇവളുടെ എന്താണ്, ഇവളെന്തോ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ശാരദ പറയാണ്, അവളൊന്നും മിണ്ടുന്നില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നുമില്ല, മിക്കവാറും വിനീതിനെ ഏത്ത ഇടിപ്പിക്കും അവളുടെ സ്വഭാവം വെച്ച്. അങ്ങനെ നേരെ മുറിയിലേക്ക് പോവുകയാണ് ഗംഗ മുറിയിലേക്ക് പോകുമ്പം അവിടെ ഏത്ത ഇടിയിലൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. നിളയാണ് ഏത്ത ഇടിപ്പിക്കുന്നത് വിനീതിനെ കൊണ്ട്. എന്നിട്ട് നിളയുടെ തല സത്യം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ദൈവമാണ് സത്യം, നിളയാണ് സത്യം, ഞാനിനി കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഗംഗയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയപാൽ
ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മുടെ നിവിൻ വരുന്നുണ്ട്. അപ്പം നിവിൻ്റെ അടുത്ത് നിവിൻ ചോദിക്കുന്നുണ്ട്, അങ്കിളല്ലേ പറഞ്ഞത് ഈ ഇടയ്ക്കാണ് ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. അപ്പം അതെ, എന്താടാ എന്ന് ജയപാൽ ചോദിക്കുകയാണ്. അതാ ഈ സമയത്തല്ലേ അരവിന്ദ് അങ്കിളിൻ്റെ ആ പ്രോപ്പർട്ടി പണയം വെച്ചത്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജയപാൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം നിവിന് മനസ്സിലായി ഇത് ചതിയിലൂടെ സ്വന്തമാക്കിയാണെന്ന്. പിന്നെ കാണിക്കുന്നത് നിവിനാണെങ്കിൽ ഒത്തിരി വട്ടം നമ്മുടെ കാവേരിയെ വിളിക്കുന്നുണ്ട്. കാവേരി ഫോൺ എടുക്കുന്നില്ല. അവസരം ഫോൺ എടുത്തപ്പം നിവിൻ ഭയങ്കര ചൂടായിട്ട് പറയാണ്, കാവേരിയുടെ അച്ഛനെ കുറിച്ചൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്, അത് അറിയണ്ടെങ്കിൽ അറിയണ്ട, എത്ര വട്ടം വിളിച്ചെന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷിച്ച് ഫോൺ വെക്കുകയാണ് നിവിൻ. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.